ഹലോ, അത് പിന്നെ കാർത്തിയാൻ്റെ കാര്യത്തിന് വിളിച്ചപ്പോൾ എന്നെ 5 മിനിറ്റ് ഹോൾഡ് ചെയ്തിച്ചു. ഹലോ ഹലോ പറഞ്ഞ് പിന്നെ ഞാൻ കട്ട് ചെയ്തു. അപ്പം പിന്നെ അവിടെ ഞാൻ പറയാൻ വിളിച്ച കാര്യം മറ്റേ ആളിനോട് പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു. ആരാന്നറിയോ? നമ്മുടെ വിൽസൺ എന്നെ ഹരി കൊണ്ടുവന്നില്ലയോ? അതിപ്പോൾ ഇങ്ങ് കൊണ്ടുവരും. നോട്ട്സുമായിട്ട് വൈകിട്ട് വന്ന് ഞാൻ ബാക്കി പഠിപ്പിച്ച് വിടുകയാണ്. ശരി. പിന്നെ നമ്മുടെ പ്രേമിനെ കൂടെ ഒന്ന് എടുത്തിടണം. അവന് ഇതിനു വേണ്ടി മുട്ടി നിൽക്കുക. നമ്മുടെ പഴയ പയ്യനില്ലേ അവന് അവൻ എന്നോട് പറഞ്ഞ് ശ്രീനിവാസ് സാറിനോടൊന്ന് പറ എന്നെ. പിന്നെ അതുപോലെ വേറെ ഒരു കാര്യം, എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വീണ്ടും ഇതിൻ്റെ പരിപാടികൾ ആരംഭിച്ചവനെ എനിക്ക് ഓതറൈസേഷനൊക്കെ തന്നു അല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. അല്ല ഇവൻ്റെ അടുത്തുനിന്ന് മാറണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അന്നേരമാണ് പുള്ളി എനിക്ക് 2 ചെക്ക് ബുക്കൊക്കെ ഒപ്പിട്ട് തന്നു. അക്കൗണ്ട് ഇതാക്കി മൾട്ടി 2 പേരുടെ. അപ്പം അങ്ങനെ കുറച്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ വേറെന്തുണ്ട് വിശേഷം? ആളുകൾ വന്ന് പറഞ്ഞു അവിടെ ഈ പറഞ്ഞ പോലെ അതൊരു വലിയ വിഷയമായി പോയല്ലോ. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ട രീതിയിലൊക്കെ ചേരുന്ന പുള്ളി അബ്ദുള്ള ആദ്യം വന്ന ആളുകളെ ജൂനിയറായിട്ട് വെച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞ് പതുക്കെ നമ്മുടെ ഈ ദീപേഷ് അവരൂരൊക്കെ വന്ന പോലെ ഇത് വലിയ കഷ്ടമായിപ്പോയി. ഇത് പിന്നെ പുള്ളി എന്ത് ചെയ്യേ നമ്മുടെ ഇരുപതാം വരെ മറ്റങ്ങേര് ആണെങ്കിൽ എന്ത് പറഞ്ഞാലും ഡോക്ടർ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ 2-3 പ്രാവശ്യം എന്നോട് പറഞ്ഞു. അത് ഞാൻ എടുത്ത പോലെ ചോദിച്ചു, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് രജിസ്റ്റർ ഇത് ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ കറസ്പോണ്ടൻസ്. ഞാൻ പറഞ്ഞു കറസ്പോണ്ടൻസോ എന്ന് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. കറസ്പോണ്ടൻസാ, അത് ശരി. അത് പിന്നെ ആർക്കും എടുക്കാവുന്ന കാര്യമില്ലേ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇല്ലയോ, അതിന് ഡോക്ടറൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതൊന്ന് നോക്കണേ, ഇത് 2. ഓക്കെ എന്നാൽ എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രിക്കലോ സേഫ്റ്റി നമ്മുടെ ഒരു പയ്യനുണ്ട്, നമ്മുടെ പ്രദീപ്. ഇപ്പം ഇതിൻ്റെ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ കഴിഞ്ഞിറങ്ങിയതാണ്. ബയോഡേറ്റ ഞാൻ അയക്കാം, ഇന്ന് അയക്കാം. ഓക്കെ.